ചായ അല്ല ചെക്കെന്തും പണിക്ക് ചെയ്യുന്നു. ഫോണിൽ കളിച്ച് കുത്തിരിക്കുന്നുണ്ടല്ലോ പറഞ്ഞാല്. പിന്നെ ശ്രദ്ധിച്ചില്ല. ഞാനെന്ത് പറയാനാ, ഞാനൊന്നും പറയലില്ല. ഞാനെന്താ പറഞ്ഞാ ഒന്ന് ഇങ്ങോട്ട് മുന്നോട്ട് അതാണ്. എത്ര കാലായിസായതാ ഞാൻ പണിക്ക് പോകും. വയസ്സെത്രയായിട്ട് ഇന്നേക്കാട്ടും വലിയൊരു മോനതാ കൊലായി കുത്തിഞ്ഞ് ഫോണിൽ കളിക്കുന്ന. എന്നിട്ടും വയസ്സായ ഞാൻ പണിക്ക് പോകുന്നു നമ്മളെ നോക്കാൻ വേണ്ടി. അത് ഓനൊന്നും മനസ്സിലാക്കണം. എനിക്ക് വയ്യാതായില്ലേ. ഇപ്പൊക്കെ വയസ്സായില്ലേ, ഇതൊക്കെ കണ്ടില്ല പണിക്ക് കൂടി പോകാണ്ട് ഫോണ് നോക്കിയിരിക്കുന്നത്. മോനെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ഇപ്പൊക്കെ വയസ്സായില്ലേ, എത്ര കാലം വെച്ചിട്ടൊപ്പം ഇങ്ങനെ നയിക്കാൻ പോവുക. അല്ലക്കാ അപ്പൊക്കെ തീരെ വയ്യ. അത് അകത്തിരുന്നിട്ട് ചുമച്ച് അങ്ങോട്ട് വയ്യാണ്ടായിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ? ഇങ്ങനെ 24 മണിക്കൂർ ഫോണ് നോക്കി ഇരിക്കാന്നല്ലാണ്ട്. ഇന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ട, മനസ്സിലായിണ്ടല്ലോ. ഇറങ്ങിപ്പോടി അവിടുത്തെ. ഇമ്മ ഇത് നോക്കിക്കാക്കിന്റെ വെറുതെ ചീത്ത പറയുന്ന. നീ എന്തിനാണ് ഈ ചെക്കൻ്റെ ഇരുത്ത് വന്ന് തിന്നുന്നത്? എനിക്ക് അകത്ത് കാട്ടിലിരിക്കാണ് വെറുതെ ചീത്ത അറിഞ്ഞാണ്. ഓലയും മട്ടലൊക്കെ നേരാക്കിയിട്ട് മോനെ ഈ കുടാളെടുത്തെങ്കിൽ നീ മട്ടലൊക്കെ ഒന്ന് ചിന്തിച്ചു. എന്ത് മോനെ കൊണ്ട് വെറുതെ കൊത്തിക്കാനോ? കൊണ്ട് കഴിക്കാൻ പറ്റിയാലോ? മോൻ പോട്ടെ, മോനാടിയിരുന്ന എങ്ങനെ ചെയ്തോളി. ചെക്കനെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാണ്ട് മടി പിടിപ്പിക്കാണോ? ആ പൈസ എടുക്കല്ലേ ഇപ്പൊ കറണ്ടിന്റെ അടിക്കാൻ കൊടുത്താണ് അമ്മന്റെ അടുത്ത്. എനിക്ക് കഴിഞ്ഞ അച്ഛ പയ്യ കുട്ടി മനസ്സിലായില്ല, അമ്മയ്ക്ക് അറിയാൻ നിൽക്കരുത്.
മോനിനി പഠിക്കാൻ പോകുന്നില്ല? ഞാൻ എന്തെങ്കിലും പണിക്ക് പോയാലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ഒരു പണി നോക്ക്. ഞാൻ പിന്നെ ഇപ്പൊ ഒരു സഹായെങ്കിലും ആകില്ല. പണിക്ക് ഞാൻ നോക്കുന്നുണ്ട്, ഒന്നും റെഡിയായി വന്നില്ല. മോനെ പണിക്ക് പറഞ്ഞയക്കാനോ? ആകെയുള്ളൊരു മോനാണ്. മോൻ പണിക്കൊന്നും പോണ്ട കേട്ടോ. ഇപ്പൊ പോയിക്കോട്ടെ പണിക്ക്. മോനെ അതാ ബൂസ്റ്റ് ഉണ്ടാകട്ടെ കഴിച്ചിട്ട്. മോനെ വന്ന് കുടിച്ച മോനെ പണിക്ക് പറഞ്ഞയക്കുന്നു. ഇവളി ചേക്കനെ കൊഞ്ചിച്ച് പശാളാക്കാണല്ലോ. ഭക്ഷണം കേട്ടോ ചാടി. എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ നമ്മളെ മോന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചത്. ആകെ ഒരു മോനല്ലേ, ഇങ്ങനെ ലാളിച്ച് വളർച്ചോനെ വഷളാക്കി. ഒരു മാതാപിതാക്കളും കുട്ടികളെ ആവശ്യത്തിലധികം ലാളിച്ച് വളർത്തരുത്. നമ്മളെ ജീവിത സാഹചര്യങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിച്ചിട്ട് വേണം നമ്മുടെ മക്കളെ വളർത്താൻ. നമ്മളെ മോന്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. ഞാനെന്ത് പറയാനാ? ഇപ്പൊ അമ്മ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കണ്ടേ? കാക്ക കൊണ്ട് നന്നായിക്കോളൂ. എന്ന് ശരിയാകാൻ മൈരിവ് കഴിഞ്ഞു. ഇനി ഇഷാൻ കൂടിയാണ്.